ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 52 സങ്കീർത്തനം 2 വാക്യം. ചതിവ് ചെയ്യുന്നവനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തി പോലെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കുന്നു. ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹമാണ് നാവ്. നാവ് ദൈവത്തെ സ്തുതിക്കുവാനും മനുഷ്യനെ അനുഗ്രഹിക്കുവാനും ഉള്ളതാണ്. എന്നാൽ മനുഷ്യൻ നാവ് കൊണ്ട് അസത്യവും വഞ്ചനയും അപവാദവും പറഞ്ഞുണ്ടാക്കി മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു. ദാവീദ് ഈ വാക്യത്തിലൂടെ ദുഷ്ടന്റെ നാവിനെ മൂർച്ചയുള്ള ക്ഷൗരക്കത്തിയോടെ ഉപമിക്കുന്നു. കത്തി ശരീരത്തെ മുറിവേൽപ്പിക്കുന്നത് പോലെ വഞ്ചന നിന്റെ വാക്കുകൾ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുന്നു. മനുഷ്യരിൽ നിന്ന് നമ്മുടെ വാക്കുകൾ മറയ്ക്കുവാൻ കഴിഞ്ഞാലും ദൈവത്തിൽ നിന്ന് മറയ്ക്കുവാൻ സാധ്യമല്ല. ഓരോ വാക്കിനും നാം ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ടവരാണ്. നമ്മുടെ സംസാരം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ വെളിവാക്കുന്നു. വിശ്വാസിയുടെ നാവ് അനുഗ്രഹത്തിൻ്റെ ഉപകരണമായി മാറ്റപ്പെടണം. ദൈവമക്കളുടെ വാക്കുകൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം. ഒരിക്കലും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നതായി തീരരുത്. നമ്മുടെ നാവ് മുറിവേൽപ്പിക്കുന്ന ക്ഷൗരക്കത്തിയാകാതെ ആശ്വാസവും സത്യവും ജീവനും പകരുന്ന ദൈവത്തിൻ്റെ ഉപകരണമായി മാറ്റപ്പെടണം. നാവ് ചെറിയ ഒരു അവയവമെങ്കിലും അത് നമ്മുടെ ജീവിതത്തെ തന്നെ ഉടച്ചു കളയും. ചെറിയ തീ വലിയ കാടിനെ കത്തിച്ച് കളയുന്നത് പോലെ നമ്മുടെ വാക്കുകൾ അനേക ജീവിതങ്ങളെ ഉടച്ചു കളയും. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മുടെ നാവിനെ കടിഞ്ഞാണിട്ട് നമുക്ക് സൂക്ഷിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹവും ധൈര്യവും പകരുന്നതായി തീർക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.